ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ബൈനോമിയൽ തിയറം എന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാത്സിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിൽ നിന്നും പ്രീവിയസ് എൻട്രൻസ് ക്വസ്റ്റ്യൻസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം ബോർഡിൽ കാണുന്നതാണ്, ഞാനൊന്ന് വായിക്കാം. ഫൈൻഡ് ദ സം ഓഫ് കോഎഫിഷ്യൻസ് ഓഫ് 1 + 2x - x² ഹോൾ റൈസ്ഡ് ടു 20. ഇതാണ് ചോദ്യം. ഇത് കണ്ടാൽ തോന്നും വളരെ ഡിഫിക്കൽട്ട് ആണ്, ഇതിന്റെ എക്സ്പാൻഷൻ ചെയ്യണം, കോഎഫിഷ്യൻസ് കണ്ടെത്തണം, സം എടുക്കണം. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ അല്ല. ഇതിന്റെ ട്രിക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് പുട്ട് x = 1 ആൻസർ ആയി. അപ്പൊ ഇതെന്ത് വരും? 1 + 2 - 1. 1ഉം -1ഉം ക്യാൻസൽ, 2 റൈസ്ഡ് ടു 20. ഇതാണ് ഇതിന്റെ ആൻസർ. വളരെ സിമ്പിൾ ആണ്. നമുക്ക് അത് എങ്ങനെ വന്നു എന്ന് കൂടി ഒന്ന് പറഞ്ഞു പോകാം. നമുക്കറിയാം a + bx റൈസ്ഡ് ടു n എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ ഇതിന്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ ബേസിക്സ് ആണ് നമ്മളിപ്പോ പറയുന്നത്. എന്ത് വരും? nc0 a⁻n bx പ്ലസ് nc1 a⁻n - 1 bx². അങ്ങനെ അങ്ങനെ എക്സെട്ര എക്സെട്ര അപ് ടു ncn a⁻0 bx⁻n. അപ്പൊ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് ഈ പറയുന്ന nc0 a⁻n b. x²ന്റെ കോഎഫിഷ്യന്റ് ആണ് nc1 a⁻n - 1 b². അപ്പൊ എക്സിനെല്ലാം 1 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോഎഫിഷ്യൻസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് വരും. അപ്പൊ ഇവിടെ എക്സിന് 1 കൊടുത്താൽ ആൻസർ എന്തെന്ന് കിട്ടും? a + b⁻n എന്ന് കിട്ടും. കോഎഫിഷ്യൻസിന്റെ സമ്മ്. സെയിം പ്രിൻസിപ്പിൾ ആണ് ഈ ചോദ്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്തത്. 1 + 2 - 1 റൈസ്ഡ് ടു 21 ആൻഡ് -1 ഗോട്ട് ക്യാൻസൽഡ് ആൻഡ് ഫൈനലി 2 റൈസ്ഡ് ടു 20 ആണ് നമ്മുടെ ആൻസർ. ഹലോ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. മിഡിൽ ടേം ഓഫ് 1 + 1/5 റൈസ്ഡ് ടു 20. ഈ എക്സ്പാൻഷൻ എഴുതി വരുമ്പോൾ മിഡിൽ ടേം ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കോമൺലി നമ്മൾ കമ്മിറ്റ് ചെയ്യാൻ ഉള്ള മിസ്റ്റേക്ക് എന്ന് പറയുന്നത് 1 + 1/5 ആദ്യം ആഡ് ചെയ്യും, എന്നിട്ട് റൈസ് ടു 20 എടുക്കും. വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എക്സ്പാൻഷൻ 1 + ഇപ്പേനെ തെളിയിച്ച് നോക്കണം, വേറൊരു പേന എടുക്കട്ടെ. ഓക്കെ, 1 + x² എന്ത് വരും? ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ട്? 1 + 2x + x². അപ്പൊ 2 എന്ന് എഴുതിയാൽ 3 ടേംസ് ആണ്. 1 എന്ന് എഴുതിയാൽ 1 + x⁻1 എന്ന് പറയുന്നത് 1 + x തന്നെയാണ്, 2 ടേംസ്. അപ്പൊ n ആണ് മുകളിലെങ്കിൽ a + b⁻n ആണെങ്കിൽ അതിൽ ടോട്ടൽ n + 1 ടേംസ് കാണും. അപ്പൊ ഇവിടെ മുകളിൽ എത്രയാണ്? 20 ആണ്. അപ്പൊ ടോട്ടൽ ഇതിൽ എത്ര ടേംസ് ഉണ്ട്? 21 ടേംസ് ഉണ്ട്. അപ്പൊ നടുക്കുള്ളത് എത്രാമത്തെ ടേം ആയിരിക്കും? ആദ്യത്തേത് 1, 2, 3 അങ്ങനെ അങ്ങനെ 21 വരെ. ഓക്കെ, അപ്പൊ ഇതിന്റെ നടുക്ക് ആരായിരിക്കും? 1, 21, 2ന് 19, 2ന് 20, അങ്ങനെ അങ്ങനെ 15ന് 17, 10ന് 12, അവസാനം 11 ആണ് മിഡിൽ ടേം ആയിട്ട് വരിക. അത് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവും. n + 1/2 എടുത്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടെത്തിയാലും മതി. അപ്പൊ 11th ടേം ആണ് നമ്മുടെ മിഡിൽ ടേം. ഓക്കെ, 11th ടേം എന്ന് പറയുമ്പോൾ 10 20c10 1/10 1/5/10 ഇങ്ങനെ വരും. കാരണം ഫസ്റ്റ് ടേമില് 20c 0 ആണ്. 11th ടേം ആവുമ്പോൾ 1 കുറയണം, അതായത് 20c10 1/10 1/5/10 എന്ന് വരും. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. 20c10 1/5/10. ഓക്കെ, അപ്പോ ഈ ചോദ്യത്തിൽ ഓർക്കേണ്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ആർത്ത് ടേം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആർത്ത് ടേമിന്റെ ജനറൽ ഫോമാറ്റ് എന്ന് പറയുന്നത് nc(r-1) a⁻r-1 b⁻n - r-1 ഇങ്ങനെ വരും.
അത് ഈ ഫോർമുല ഒന്നും അറിഞ്ഞില്ലെങ്കിൽ കൂടി തിങ്ക് ചെയ്ത് കണ്ടെത്താവുന്നതേ ഉള്ളൂ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തതൊരു രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. 11C0 plus 11C1 plus 11C2 plus 11C3 plus 11C4 plus 11C5 ഇതിന്റെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. നമുക്ക് 5 ഓപ്ഷൻസ് ഉണ്ട്. 2�6, 2�8, 2�10, 2�11, 2�9. നമുക്ക് നോക്കാം. ഈ ഫോർമാറ്റിൽ വരണമെങ്കിൽ 1 plus x raised to 11 എത്ര ആണത്? ഇങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം ചെയ്യാനുള്ള വഴിയാണിത്, ശ്രദ്ധിക്കുക. 1 plus x raised to 11 എത്ര വരും? ഇത് 11C0 plus 11C1 x plus etc up to 11C11 x raised to 11 എന്ന് വരും. x ന് നമുക്ക് 1 ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? 2 raised to 11 1 plus 1 2 ആണ് equal to 11C0 plus 11C1 plus x ന് 1 ആണ് plus 11C2 plus etc up to 11C11 എന്ന് വരും. ഓക്കെ, പക്ഷെ നമുക്ക് എവിടം വരെ മതി? 5 വരെ മതി. നമുക്കൊരു കാര്യം അറിയാം, 11C0 എന്ന് പറഞ്ഞാൽ എന്താണ്? 11 ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ 11 മൈനസ് 0 ഫാക്ടോറിയൽ, അതായത് 11 ഫാക്ടോറിയൽ. 11C11 11 ഫാക്ടോറിയൽ ബൈ 11 ഫാക്ടോറിയൽ ഇൻറ്റു 0 ഫാക്ടോറിയൽ. ഇത് രണ്ടും എന്താണ്? സെയിം ആണ്. അതേപോലെയാണ് 11C1 11C10 അതേപോലെയാണ് 11C2 11C9. അപ്പൊ അതായത് ഇതിനെ എന്തുവരെ എഴുതാം? അതേപോലെയാണ് 11C5 11C6. ഓക്കെ, 5 6 ആഡ് ചെയ്യുമ്പോൾ 11 വരും, 2 9 ആഡ് ചെയ്യുമ്പോൾ 11 വരും. അങ്ങനെ വരുന്ന ടേംസ് ഈക്വൽ ആണ്. അപ്പൊ നമ്മുടെ ടേംസ് എല്ലാം തന്നെ 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നവരല്ലേ? 2 into 11C0 11C1 etc up to 11C5 തന്നെയാണ് മുകളിലുള്ള ഇത്. അപ്പൊ 2 raised to 11 2 into നമ്മുടെ ചോദ്യമാണ്. അപ്പൊ നമ്മുടെ ചോദ്യം എന്ത് വരും? ഇതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ. 2 raised to 11 by 2 എത്രയാണത്? 2 raised to 10. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. 2 raised to 10 ഓപ്ഷൻ സി. ഓക്കെ, അടുത്തത് മറ്റൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. NPRന്റെയും NCRന്റെയും കോൺസെപ്റ്റ് വെച്ച് ചെയ്യേണ്ടുന്ന ഒരു ചോദ്യം. ചോദ്യം ഇതാണ്: NPR equal to 840, NCR equal to 35. Find the value of R. അപ്പോ അറിയാത്തവര് നോട്ട് ചെയ്യുക. NPR equal to n factorial by n minus r factorial. NCR equal to n factorial by r factorial into n minus r factorial. ഫാക്ടോറിയലിന്റെ മീനിങ് എന്താ? n ഫാക്ടോറിയൽ എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 1 into 2 into 3 into etc up to n വരെ. അതാണ് ഫാക്ടോറിയലിന്റെ മീനിങ്. ശരി, അപ്പൊ NPR 840 എന്നാണ് പറയുന്നത്. അപ്പൊ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ എത്രയാ? 840. NCR 35, അതായത് n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ 35 ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് വാല്യൂ ഇടാം, ഇതിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെ പോയാലും ആൻസർ ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ r ഫാക്ടോറിയൽ ഈക്വൽ ടു 840 by 35 എന്ന് വരും. ഇത് ചെയ്താൽ 7 വെച്ച് ഡിവൈഡ് ചെയ്യാം. മുകളിൽ 120 താഴെ 5 ഈക്വൽ ടു 24 എന്ന് കിട്ടും. അപ്പോൾ r ഫാക്ടോറിയൽ 24 ആണ്, അത് 4 ആണ് അല്ലേ? 1 into 2 into 3 into 4 6 into 4 24. ഓക്കെ.